വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയും, ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണമെന്ന് ആദ്യം. ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരണ ഒരു ധ്യാന ചിന്ത, ദൈവം ഉണ്ടെന്നല്ല വിശ്വസിക്കേണ്ടത്. അത് പ്രിലിമിനറീസിൽ അങ്ങനെ പറ്റും. സാധാരണ വിശ്വാസത്തിലേക്ക് വരുന്ന ആൾക്കാരെയാണ് പൗലോസ് അഭിസംബോധന ചെയ്തത്. വിജാതിയുടെ അപ്പോസ്തലനായതുകൊണ്ട് വിശ്വാസത്തിലേക്ക് ഫ്രഷ് ഹാൻഡ്സായിട്ട് വരുന്ന ആൾക്കാരെ ആണ് പൗലോസ് അപ്പോസ്തലൻ അഭിസംബോധന ചെയ്യേണ്ടി വന്നത്. അപ്പം തുടക്കക്കാരുടെ സഭയായിരുന്നത്. പക്ഷേ ഒരു വിധം വളർന്ന സഭയിൽ ദൈവത്തെ വിശ്വസിക്കുമ്പോഴേ ദൈവം ഉണ്ടെന്നല്ല വിശ്വസിക്കണത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൂവ് ചെയ്യേണ്ട ഫാക്റ്റല്ല. പിന്നെ എന്താ വിശ്വസിക്കേണ്ടത്? ദൈവത്തെ വിശ്വസിക്കുന്നവരെ ദൈവം സ്നേഹമാണെന്ന് തന്നെയാണ് ആദ്യം വിശ്വസിക്കേണ്ടത്. എനിക്ക് തോന്നണത് ദൈവം സ്നേഹമാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടെ അഭിഷേകപ്രകാരം വിശ്വസിച്ചാൽ തീരാവുന്ന പ്രശ്നമേ മനുഷ്യനെയുള്ളു. കാര്യം എൻ്റെ സ്നേഹ ദൈവം തൽക്കാലത്തേക്ക് എൻ്റെ ജീവിതത്തിൽ രോഗമായാലും അല്ലെങ്കിൽ കടമായാലും കുടുംബത്തിൻ്റെ തകർച്ചയായാലും എൻ്റെ ദൈവം ഇതെല്ലാം കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ സ്നേഹത്താൽ എന്നെ ഉപദ്രവിക്കാൻ, ലോകത്തെ കൊണ്ട് എന്നെ ഉപദ്രവിപ്പിക്കുമ്പോൾ നോക്കി നിൽക്കാൻ അവന് പറ്റത്തില്ല. കർത്താവ് ഒരിക്കലും നോക്കി നിന്നിട്ടില്ല ഓരോരുത്തും. ആരുടെ ദൈന്യതയുടെ മുമ്പിലും ചുമ്മാ നോക്കി നിൽക്കാത്തവനാണ് നിന്റെ ദൈവം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ഈശോയേ. ആരാധന ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്താ അച്ഛൻ അങ്ങനെ പറയാൻ കാരണമെന്നറിയാവോ? ഇപ്പം ഒരു അന്ധനെ കർത്താവ് ഒരു കാലം കണ്ടു. അവൻ്റെ കണ്ണടഞ്ഞിരിക്കണത് കണ്ടു. കണ്ണടഞ്ഞിരിക്കണവനെ കണ്ടാൽ അവൻ കർത്താവിനെ കാണുന്നില്ലല്ലോ. ശരിയല്ലേ? കണ്ണടഞ്ഞിരിക്കുന്നവനെ കണ്ടാൽ അവൻ കർത്താവിനെ കാണുന്നുണ്ടോ? ഇല്ലേ. അപ്പോൾ കർത്താവ് എന്നാ ചെയ്താലും അവന് പ്രശ്നമില്ല, ഇല്ലേ? അവൻ കാണുന്നില്ല. കർത്താവ് അവനെ നോക്കി നിന്നാലും അവന് പ്രശ്നമില്ല. അവനെ നോക്കി നിന്നിട്ട് കടന്നു പോയാലും അവന് പ്രശ്നമില്ല. കാര്യം അവൻ കർത്താവിനെ കാണുന്നില്ല. കാര്യം അവൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. കർത്താവ് അവിടെ നോക്കി നിൽക്കാൻ തയ്യാറല്ല. അവൻ കണ്ടാലും കണ്ടില്ലെങ്കിലും കർത്താവ് ഒരു കാഴ്ചക്കാരനെ പോലെ അവൻ്റെ ദൈന്യതയെ നോക്കി നിൽക്കാൻ തയ്യാറല്ല നിന്റെ ദൈവം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ നന്ദി. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ഒരു കാഴ്ചക്കാരനല്ല. അതാണ് നമ്മുടെ ധ്യാനത്തിൻ്റെ ഇന്നത്തെ സന്ദേശം. കർത്താവ് നിൻ്റെ ദൈന്യതയിലേക്ക് നോക്കി നിൽക്കുന്നവനല്ല. നീ കണ്ടാലും കണ്ടില്ലെങ്കിലും അവൻ്റെ കണ്ണടഞ്ഞിരുന്നിട്ടും അന്ധനോട് കർത്താവ് ചോദിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:41. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:41 തിരുവചനം. ഞാൻ നിനക്ക് വേണ്ടി ഏറ്റു പറഞ്ഞേ. ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:41 ഈശോ അവനോട് ചോദിക്കുകയാണ്. അവൻ ഈശോനെ കാണുന്നില്ല. അവൻ കർത്താവിനെ കാണുന്നില്ല.
അപ്പോൾ കർത്താവ് കടന്നു പോയാലും ആരാണ് വന്നത് ആരാണ് പോയതെന്നൊന്നും അവനെ അറിയത്തില്ല. ആരാണ് വന്നത് ആര് വന്നാലെന്ത്, ആര് പോയാലെന്ത്. ചില മനുഷ്യരുടെ ജീവിതം അങ്ങനെയാണ്. ചിലപ്പോൾ മനുഷ്യൻ്റെ വേദന കാരണം ഒന്നിലും ഒരു താല്പര്യം തോന്നാതിരിക്കും നമുക്ക്. ആര് വന്നാലെന്ത്, ആര് പോയാലെന്ത്. കാര്യം നമ്മൾ അവരെ കാണുന്നില്ല. പക്ഷെ കർത്താവ് അങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് ടോട്ടലി ഡിപ്രൈവ്ഡ്, ജീവിതത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു. ജീവിത അനുഭവങ്ങളോ ജീവിത സംഭവങ്ങളോ ചരിത്ര സംഭവങ്ങളോ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളോ ഒന്നും നമുക്ക് പ്രസക്തമല്ലാത്ത ഒരു ജീവിതമുള്ള ആൾക്കാരുണ്ടാകും. വെദർ ദ ഹാവ് ഗോൺ ഓർ കം, ദ ഡസൻറ്റ് മേക്ക് എനിത്തിങ്, ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള ഡിപ്രൈവ്ഡ് ആയിട്ടുള്ളവരുടെ മുഖത്ത് നോക്കിയിട്ടാണ് കർത്താവ് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. തന്നെ കാണാത്തവരെയും കടന്നു പോകുന്നവനല്ല നിന്റെ കർത്താവ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ലൂക്കായുടെ സുവിശേഷം 8:41. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവിനെ കാണുന്നില്ല എങ്കിലും കർത്താവ് നമ്മളെ കണ്ടാൽ മതി. ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നില്ല, ഓഡിയോ ഫാക്കൽറ്റി വർക്ക് ചെയ്താൽ മതി. നമുക്ക് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ഫാക്കൽറ്റിയാണ് ഉള്ളത്. ഒന്ന് വിഷ്വൽ ഫാക്കൽറ്റി, കാണണം. അവൻ അന്ധനായത് കാരണം കാണുന്നില്ല, പക്ഷെ ഒരു ഓഡിയോ ഫാക്കൽറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, അവന് കേൾക്കാം. അതുകൊണ്ട് കർത്താവ് അവനോട് ചോദിച്ചു, വാട്ട് ഐ ഷുഡ് ഡു ഫോർ യു, എന്ത് ചെയ്യണം ഞാൻ നിനക്ക് വേണ്ടി. അപ്പോൾ അവൻ തർക്കിക്കാൻ പോയില്ല. നീ എന്തിനാണ് ഒരു അന്ധൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിക്കണത്? നിനക്ക് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലേ, നീ ദൈവമല്ലേ, അങ്ങ് ചെയ്താൽ പോരെ, എൻ്റെ കണ്ണ് കാണണമെന്ന് അങ്ങനെയുള്ള ഡയലോഗിനൊന്നും അവൻ തയ്യാറല്ല. അഹങ്കാരമുള്ളവരാണ് അങ്ങനെ ഡയലോഗിന് തയ്യാറാകണത്. അവൻ ചോദിച്ചു, കർത്താവേ എനിക്ക് കാണണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8:51 നമ്മൾ കണ്ടതാണ്. അതായത് കർത്താവേ എനിക്ക് കാണണം. അപ്പോൾ അവിടെ വരുന്നൊരു വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ധ്യാനിക്കാൻ വേണ്ടി മാത്രം കാര്യമുണ്ട്. കാര്യം അവനെ കാണേണ്ടതാണ് അവൻ്റെ കാര്യമെന്ന് കർത്താവിനറിയാം. അവനെ കണ്ണടഞ്ഞിരിക്കുകയാണെന്ന് കർത്താവിനറിയാം. പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. എന്താണ്? പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ തന്നെ പറയണം. അതാണ് വിഷയം. അതാണ് ലൂക്ക 8:51 കണ്ടത്. അതായത് നമ്മുടെ വിഷയം നമ്മൾ തന്നെ പറയണം. അതാണ് പ്രാർത്ഥനയുടെ പ്രസക്തി എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാണ്ടിരിക്കണം, ദൈവത്തിനെല്ലാം അറിയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. മണ്ടത്തരമൊന്നും കാണിച്ച അഹങ്കാരമാണ്. അത് പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുടെ മുട്ടായുക്തികളാണ്. പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുടെ മുട്ടായുക്തി എന്ന് പറയുന്നത് അവിശ്വാസിയുടെ മുട്ടായുക്തിയുമാണ്. നീ അതിൽ പങ്കുചേരരുത്, അവിശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേരരുതെന്ന് കർത്താവിൻ്റെ വചനത്തിലുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇതാണ് കർത്താവിൻ്റെ ഒരു സൂക്ഷ്മതയും ഒരു കരുതലും എന്ന് പറയുന്നത്. അതാണ് അച്ഛൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. ദൈവത്തെ വിശ്വസിക്കുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് പ്രാരംഭക്കാരാ. നീ കർത്താവിൽ പക്വതയാർന്ന വിശ്വാസ നിലയിൽ ദൈവത്തെ വിശ്വസിക്കുന്നവരെ എന്തെല്ലാം ക്ലേശങ്ങളുണ്ടായാലും ദൈവം സ്നേഹമുള്ളവനാണ്. ഞാൻ കർത്താവിനെ കണ്ടില്ലെങ്കിലും കർത്താവിനെ കണ്ടാലും മതി എന്ന് അത്രയും ദൈവത്തിന്
സ്നേഹമുണ്ടെന്ന് വിശ്വസിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ചില കാര്യങ്ങള് വ്യഗ്രതകൾ കാരണം, രോഗത്തിന്റെ സങ്കടങ്ങൾ കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും വയ്യാണ്ട് അവസ്ഥകള് വന്നു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം കർത്താവേ എന്നെ അങ്ങേ കാണാനുള്ള എന്റെ കണ്ണുകള് അടഞ്ഞു തന്നെ ഇരുന്നു. എങ്കിലും അങ്ങ് എന്നോട് ചോദിക്കുന്ന സ്നേഹവും കരുതലും ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സ്തുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, ഇതാണ് കർത്താവ്. നിന്റെ കാര്യം നിനക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന കർത്താവിനെ കാണാനുള്ള കാഴ്ച പോലും നഷ്ടപ്പെട്ടൊരവസ്ഥയാകാം. കണ്ണ് തന്നെ അടഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധമില്ല. ജീവിത പ്രശ്നങ്ങൾ കൂടിയാൽ മതി, കർത്താവിനെ കാണാൻ പറ്റത്തില്ല. വിശ്വാസത്തിന് കണ്ണടഞ്ഞു പോകും. സാമ്പത്തിക കടങ്ങൾ കൂടിയാൽ മതി, കർത്താവിനെ കാണാൻ പറ്റത്തില്ല. രോഗങ്ങൾ മൂർച്ഛിച്ചാൽ മതി, കർത്താവിനെ കാണാൻ പറ്റത്തില്ല, കണ്ണടഞ്ഞു പോകും. ചില പറയില്ല, അലക്ക് കഴിഞ്ഞിട്ട് കുടി പോകാമെന്ന് അറിയില്ലെന്ന്. അത് പറഞ്ഞ പോലെ സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കാൻ തോന്നത്തില്ല. എന്തിന് പള്ളിയിൽ പോകണം, എന്നാത്തിന് പ്രാർത്ഥിക്കണം? ഇപ്പം നമ്മൾ അല്പമെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിവുള്ള ഒരു വീട്ടിലുണ്ടെങ്കിൽ, കൃപയുള്ള ഒരു വീട്ടിലുണ്ടെങ്കിൽ ഭർത്താവ് പറയും, നീ ഇങ്ങനെ പള്ളിക്ക് ഓടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെയായിപ്പോയെന്ന് പറയും. ആകപ്പാടെ അന്ധത കയറി വരും, അന്ധകാരം കയറി വരും. ഇപ്പം കണ്ണ് കാണാമെങ്കിൽ ഇരുട്ടാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പുറത്തുള്ളവരെ കാണാൻ പറ്റത്തില്ലല്ലോ. അന്ധത അങ്ങനെയും വരാം. നമുക്ക് കണ്ണ് കാണാം, വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ ഇരുട്ടാണ്. എന്താണ്? കടങ്ങളുടെ ഇരുട്ട്, കുഞ്ഞുങ്ങളൊക്കെ വഴിതെറ്റി പോകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടങ്ങളുടെ ഇരുട്ട്. ഇങ്ങനെ ഒരു ഇരുട്ടിലാണ് നീ എന്ന് വിചാരിച്ചോ. നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവിന് നിനക്ക് കാണാൻ പാടില്ല. അപ്പോഴെൻ്റെ എൻ്റെ മകൻ കർത്താവിൻ്റെ സ്നേഹത്തെ വിശ്വസിക്കണം. അതൊരു കൃപയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജീവിതത്തിന് മുന്നിലേ ഇരുട്ടാണെങ്കിലും, ജീവിത പ്രാരാബ്ധങ്ങൾക്ക് മുന്നിലും ഇരുട്ടാണെങ്കിലും കർത്താവേ എന്നെ കരുതണ, എൻ്റെ മേൽ അവിടുത്തെ കാരുണ്യത്തിന്റെ കൈകൾ നീട്ടാൻ കാത്തു നിൽക്കുന്ന കർത്താവാണ് ഉള്ളതെന്നുള്ള ബോധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പ്രിയമുള്ളവരെ, കർത്താവിനെ ഇപ്പോൾ അടിക്കടി ഓരോരോ കാലങ്ങളിൽ നിനക്ക് അടിക്കടി ഒരു തകർച്ച വരെന്ന് വിചാരിച്ചോ? ഇതൊക്കെ സാധ്യമാണ് ഈ ലോകത്ത്. നമ്മുടെ മൂക്ക് കണ്ട 2 ദ്വാരമുണ്ട് നമുക്ക്. മൂക്കിന് നല്ല സുഗന്ധങ്ങൾ വരും. കർത്താവ് എന്തിനാണ് മൂക്ക് കൊണ്ടുവന്ന് വായിലെടുത്ത് വെച്ചിരിക്കണേ? മര്യാദക്ക് നല്ലവണ്ണം ഭക്ഷണം കഴിക്കാനാണ്. ഒരു ഭക്ഷണം വായിലെത്തുമ്പോൾ തന്നെ അതിൻ്റെ മൂക്ക്, അതിൻ്റെ മണം ബ്രെയിനിലെത്തി ഡിക്റ്റേറ്റ് ചെയ്തിട്ട് നമുക്ക് കൊതിയുണ്ടാക്കിയിട്ട് നമ്മൾക്ക് ഭക്ഷണം കഴിപ്പിച്ച് നമ്മൾ ആരോഗ്യമാക്കും. പക്ഷെ ആ മൂക്കിലൂടെയാണ് മോശം ഗന്ധങ്ങൾ വരണത്. അതും ഈ മൂക്കിലൂടെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുമ്പോൾ അയ്യത് നമ്മൾ വെക്കും. ഒഴിവാക്കാൻ പറ്റത്തില്ല. മോശം ഗന്ധം ഇപ്പോൾ സ്ഥലത്തെ വീട്ടിൽ എത്തുമ്പോൾ എലി ചത്ത് കിടക്കണം, അയ്യോ ഇവിടെ എന്തോ മണം ഉണ്ടല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ അത് മൂക്കിലൂടെയാണ്. ആ എലിയെ കളയാൻ വേണ്ടിയാണ് മൂക്ക് ഡിക്റ്റേറ്റ് ചെയ്യണത്. അതും കർത്താവിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ അടിക്കടി വരുമല്ലേ ചില സമയത്ത്, ഇല്ലേ? നല്ല അനുഭവങ്ങൾ വരും, അല്ലേ? കുഞ്ഞുങ്ങൾ ജയിക്കും, അവർക്ക് ജോലി കിട്ടും, അല്ലേ? അവന് വീട് വെക്കാൻ പറ്റും, അല്ലേ? കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കും, ഒക്കെ നല്ല അനുഭവങ്ങൾ വരും. ഞാൻ ചില സമയത്ത് ഓർക്കുകയെ, വീട് വെച്ച് ഒരവസ്ഥ നടത്തി, പിറ്റേ ആഴ്ച അവിടെ വീട്ടിൽ കല്യാണം, അടുത്ത കൊല്ലം അവിടെ വീട്ടിൽ ജ്ഞാനസ്ഥാനം. അപ്പം നല്ല അനുഭവങ്ങൾ വരും. ആ നല്ല അനുഭവങ്ങൾ പോലെ തന്നെയാണ് ക്യൂ ആയിട്ട് മോശം അനുഭവങ്ങൾ വരും. നല്ല അനുഭവങ്ങൾ പോലെ തന്നെ ഇപ്പം മൂക്കിന് സുഗന്ധങ്ങൾ അനുഭവിക്കണ പോലെ തന്നെ ദുർഗന്ധങ്ങൾ അനുഭവിക്കണ പോലെ തന്നെ ഈ ലോകത്ത് ഇതെല്ലൊക്കെ ഉണ്ട്. ഈശോ ഒരു വാക്ക് പറഞ്ഞില്ലേ, വിളമ്പണത് ഭക്ഷിക്കണം. നീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ
ഇപ്പം നമ്മൾ വസിക്കുന്ന സ്ഥലമാണല്ലോ വീട്. നീ എവിടെയാണ് വസിക്കണം അവിടെ. വാസസ്ഥലങ്ങളിൽ നിന്ന്, ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ഇറ്റ് വാട്ട് എവർ ഇസ് ഗിവൺ. എന്താണ് നിനക്ക് വിളമ്പി തരണത്? കണ്ടില്ലേ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം. ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുകയും അവിടെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പിത്തരുന്നത് ഭക്ഷിക്കുക. വിളമ്പുന്നത് ഭക്ഷിക്കുക. ഇത് തന്നെ അനുഭവങ്ങളിലും പറയാനുള്ളത്. അനുഭവങ്ങൾ തന്നെയാണ് വരണത്. നല്ല അനുഭവങ്ങൾ വരുമ്പോൾ നല്ല അനുഭവങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. നീ വിശ്വാസിയായതുകൊണ്ട് മോശാനുഭവങ്ങളാണ് വരുന്നതെങ്കിൽ അതും സന്തോഷത്തോടെ സ്വീകരിക്കണം. ആരുടെ നാമത്തിൽ? ഈശോയുടെ നാമത്തിൽ. ഈശോയുടെ നാമം വന്നപ്പോഴാണ് ഈ മോശം എന്ന് പറയുന്നത് വിശ്വാസിക്ക് ഇല്ലാണ്ടായത്. കാര്യം എല്ലാ മോശാനുഭവങ്ങളെയും നല്ല അനുഭവങ്ങളാക്കണത് ഈശോയുടെ നാമമാണ്. ജീവിതത്തിലെ എല്ലാ മോശാനുഭവങ്ങളെയും അത് ഈശോൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടണമെന്ന് ഉള്ള ബോധ്യമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത് ആർക്കാണെന്നറിയാവോ? വിശുദ്ധ യോഹന്നാനെയാണ്. അങ്ങനെയാണല്ലോ അന്ത്യത്താഴത്തിൽ നെഞ്ചത്ത് കിടന്നതും കർത്താവിൻ്റെ കുരിശിന് ചുവടെ നിന്നതും ഒരേ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം നല്ല അനുഭവങ്ങളായതെന്ന് അറിയാം, മോശാനുഭവങ്ങളും അറിയാം. അങ്ങേര് തന്നെയാണ് സമരിയയിലേക്ക് പോകും വഴി സമരിയക്കാർ തടഞ്ഞതും അതിൻ്റെ പ്രക്ഷുബ്ധമായ അവസ്ഥ അറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് തിരിച്ചു വന്നിട്ട് ഞങ്ങൾ തീ ഇറക്കാൻ പ്രാർത്ഥിക്കട്ടെയോ, ഞങ്ങൾക്ക് അധികാരം തരാൻ വേണ്ടി ആവശ്യപ്പെട്ടതും ഈ സെയിം പേഴ്സണാണ്. ദാറ്റ് മീൻസ് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ കർത്താവിൻ്റെ കൂടെ ജീവിച്ചപ്പോൾ എല്ലാ കാലാവസ്ഥയിലും കടന്നുപോയ ഒരു മനുഷ്യനാണ് വിശുദ്ധ യോഹന്നാൻ. അപ്പം അദ്ദേഹം സുവിശേഷം എഴുതിയപ്പോൾ ജീവിതാനുഭവങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് കണ്ടതെന്ന് ആദ്യമേ എഴുതിയിട്ടുണ്ട്. വചനത്തെ അധിഷ്ഠിതമായി ജീവിതത്തെ സമീപിക്കാൻ ആമുഖത്തിലെ പറയുന്ന മനുഷ്യനാണ്. അതാണ് ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണെന്ന് പറയുന്നത്. യോഹന്നാൻ 1:3 നമ്മൾ വായിക്കണമല്ലേ? വിശുദ്ധ യോഹന്നാൻ ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്. എന്നിട്ട് നമ്മൾ നോട്ടൊക്കെ എഴുതുമ്പോൾ 25 രൂപ എന്ന് പറഞ്ഞൊരു ബാറടിക്കത്തില്ലേ? ആരും എടുത്ത് ചേർക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഉണ്ടായിട്ടുള്ളത് അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 മഹത്വം കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായം 4-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ 21-ാം അധ്യായം 4-ാമത്തെ വാക്യം എന്താണ് എഴുതിയിരിക്കുന്നത്? ഉഷസ്സായപ്പോൾ പറഞ്ഞേ. ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ഇതാണ് പ്രശ്നം. ചില സമയത്ത് ഈശോ നമ്മുടെ മുമ്പിൽ വന്നാലും അത് ഈശോയാണെന്ന് നമ്മളറിയത്തില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതിൽ അവൻ മൂലമല്ലേ. എന്തുണ്ടായാലും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോഴും യോഹന്നാൻ പറയും ദാറ്റ് ഈസ് ലോർഡ്. എന്താ പറയണത്? യോഹന്നാൻ 21:7 ഇല്ലേ? യോഹന്നാൻ 21:7 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? അത് കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് സ്നേഹിച്ചിരുന്ന ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ്. എന്താണ്? നല്ല അനുഭവം കണ്ടപ്പോഴാണ് ആ മനുഷ്യൻ പറഞ്ഞത്. യോഹന്നാൻ്റെ യോഹാനിൻ എക്സ്പീരിയൻസ് ഓഫ് ക്രൈസ്റ്റ് ഭയങ്കരമാണ്. എല്ലായിടത്തും എക്സ്പീരിയൻസിൻ്റെ ആളാണ്. ഉണ്ടായിട്ടുള്ളതിന് അവൻ മൂലമാണെന്ന് പറഞ്ഞ ആളാണ്. തൻ്റെ മുമ്പിൽ ഒരു സംഭവം ഉണ്ടായി. എന്താണ്? രാത്രി മുഴുവനും വലയിറക്കിയിട്ടും
ഒന്നും കിട്ടിയില്ല. അപ്പോഴാണ് പ്രഭാതത്തെ പ്രത്യക്ഷപ്പെട്ടവൻ പറഞ്ഞു, വള്ളത്തിൻ്റെ വലതുവശത്ത് നീക്കി വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. വലയിൽ കിട്ടിയ മത്സ്യങ്ങൾ കണ്ടപ്പോഴേ യോഹന്നാൻ മാത്രം ആ പറഞ്ഞ ആളെ നോക്കി. ബാക്കിയുള്ള എല്ലാവരും അന്ധന്മാരായിട്ട് ഇരിക്കുകയായിരുന്നു അവിടെ. കണ്ണുണ്ടായിട്ട് കാര്യമില്ല, നോക്കണ്ടേ. അതാണ് വിശ്വാസം. നമ്മുടെ മുമ്പിൽ ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തിൻ്റെ മുമ്പിൽ കർത്താവിനെ നോക്കുന്നവനാണ്. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ അന്ധനല്ലെന്ന്. 10 പേര് അന്ധന്മാരായിട്ടിരിക്കുകയും കരക്ക് നോക്കാതെ, ഒരുത്തൻ മാത്രം കരക്ക് നോക്കി. കാര്യം എന്താ? അവനെ അറിയാമായിരുന്നു ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണെന്ന്. അവൻ മൂലമല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ലെന്നും. ഹല്ലേലൂയ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, വിശ്വാസം എന്ന് പറഞ്ഞ ഇതാ. എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ അവനെ നോക്കണം. അത് ശിഷ്യന്മാർ അറിഞ്ഞില്ലെന്നല്ലേ പറയണത്. യോഹന്നാൻ 21:4 അവൻ വന്ന് നിന്നത് ശിഷ്യന്മാർ അറിഞ്ഞില്ല. അത് കർത്താവാണെന്ന് അവരറിഞ്ഞില്ല എന്ന്. അത് നിസ്സാര കാര്യമല്ല. അതൊരു മോർട്ടൽ സിന്നാണ്. വിശ്വാസിയാണ് നീ എങ്കിൽ ഇറ്റ്സ് എ മോർട്ടൽ സിൻ. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? എന്താണ്? ഒരു കണ്ണാണ്. സംഭവിക്കുന്ന എല്ലാത്തിൻ്റെ പിന്നിൽ അവനാണെന്ന് കാണാനുള്ള കണ്ണിൻ്റെ പേരാണ് വിശ്വാസം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കൃപാസന ആധ്യാത്മികതയുടെയൊക്കെ ഒരു അന്തസത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇപ്പം നമ്മൾ കേട്ട സുവിശേഷമാണ്. ജനതയുടെ എല്ലാ ജീവിതാനുഭവങ്ങളുടെ ഇടയിലും അനുഭവത്തിന് കർത്താവിനെ കാണിക്കും. ദാറ്റ് ഈസ് ലോർഡ്. അത് കർത്താവാണെന്ന് പറഞ്ഞു കൊടുക്കും. അത് യോഹന്നാൻ മിഷനാണ്. യോഹന്നാനാണ് പറയണത് ദാറ്റ് ഈസ് ലോർഡ്, അത് കർത്താവാണെന്ന്. എന്തിനാണ് അങ്ങനെ പറയിപ്പിക്കണമെന്ന് അറിയാവോ? ദാറ്റ് ഈസ് ലോർഡ് എന്ന് പറയിപ്പിക്കണത് എന്തിനാണെന്ന് അറിയാവോ? കൂടെ ഉള്ളവനെ എടുത്ത് ചാടിക്കാൻ വേണ്ടിയാണ്. ഒരുത്തൻ ചാടിയ കണ്ടില്ലേ? ഒരുത്തനെ എടുത്ത് ചാടിയ കണ്ടില്ലേ? അവനെ ചാടിക്കണം എന്ന് അവനെ ചാടറൊക്കെ എന്ത് ചെയ്യണം? ജീവിതാനുഭവങ്ങളിലെ തെളിഞ്ഞു വരുന്നത് വെദർ ഇറ്റ് ഈസ് ഫേവറേറ്റ് ഓർ അൺഫേവറേറ്റ്, അത് അനുകൂലമാകാം പ്രതികൂലമായ അനുഭവങ്ങൾ വരുമ്പോൾ ആ അനുഭവത്തിൻ്റെ പിന്നിൽ കാണുന്നത് ആരാണ്? അത് കർത്താവാണ്. നമ്മൾ അറിയാതിരുന്ന കർത്താവ്. യോഹന്നാൻ 21:4 കർത്താവ് വന്നപ്പോൾ അറിഞ്ഞില്ലല്ലോ. അറിയാത്ത കർത്താവിനെ അറിയിച്ചു കൊടുക്കുന്നതാണ്. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറില്ലേ, ദാറ്റ്സ് മിഷൻ അവർ ലോർഡ്സ് മിഷൻ. എന്താണത്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അപ്പം നിങ്ങളവർക്കും അറിയാത്തവരെ അറിയിക്കുക എന്ന് പറയുമ്പോൾ വേദപ്രചാരം മാത്രമാണ്. പക്ഷേ വേദപ്രചാരം തീർച്ചയായിട്ടും നമ്മളുടെ മൗലികമായ നിലനിൽപ്പിൻ്റെ കാരണം തന്നെ അതാണ്. പക്ഷേ വേദപ്രചാരം വേറെയുമുണ്ട്. എന്താണ്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖാനുഭവം ഉണ്ടായാൽ, ഒരു സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദി അത് കർത്താവാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള മിഷൻ. എന്തിനങ്ങനെ കാണിച്ചു കൊടുക്കണത്? ചാടിക്കാൻ വേണ്ടിയാണ്. മുന്നിൽ കാണുന്ന കടലിലേക്ക് ചാടണം മനുഷ്യൻ. പ്രക്ഷുബ്ധമായ ജീവിത പാരാവാരത്തിലേക്ക് അവൻ ചാടണം. എന്താ കാരണമെന്നറിയാവോ? അവൻ ചാടി, വിശ്വാസത്താൽ അവൻ ചാടും, ആവേശത്തോടെ പ്രാർത്ഥനയാൽ അവൻ നീന്തി അവൻ കരപറ്റും. എന്താണ്? അവനെ കാത്തിരിക്കുന്നവൻ കരയിലുണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ 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 പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എൻ്റെ മക്കളെ, എന്ത് സംഭവിച്ചാലും
കരക്ക് നിൽക്കുന്നവനെ നോക്കണം. നീ വെള്ളത്തിൽ കിടക്കണമല്ലോ, നീ വെള്ളത്തിൽ കിടക്കുകയാണ്. പക്ഷേ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നീ കരക്ക് നിൽക്കുന്നവന് നോക്കണം. 10 പേരും നോക്കിയില്ല. അന്ന് മത്യാസം ഉണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. പിന്നീടല്ലേ യൂദാസിന് പകരം മത്യാസിനെ കുറിയിട്ടെടുക്കുന്നത്. അപ്പോൾ 10 പേരും അന്ധന്മാരായിരിക്കുകയാണ്, ഒരുത്തൻ മാത്രമാണ് നോക്കിയത്. നോക്കിയവണ്ണം അവൻ ഇരുന്നില്ല, മറ്റുള്ളവരോട് പറഞ്ഞു ദാറ്റ് ഈസ് ലോഡ് എന്ന് പറയുന്നു. നമ്മുടെ ജോലിയാണത്, മറ്റുള്ളവരോട് പറയുക കർത്താവിനെക്കുറിച്ച്. അത് കർത്താവാണെന്ന് തിരിച്ച് കൊടുക്കണം, വെളിപ്പെടുത്തി കൊടുക്കണം. അപ്പോഴുണ്ട് പത്രോസ് ചാടിയെടുത്ത്. അവൻ ചാടി, അവൻ നീന്തി. ചാട്ടം എപ്പോഴും വിശ്വാസത്തിൻ്റെ പ്രതീകമാണ്, നീന്തൽ എപ്പോഴും പ്രാർത്ഥനയുടെ പ്രതീകമാണ്. അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിന്റെ ദൈവപൈതലെ നിന്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കണം. അത് കർത്താവാണെന്ന് തിരിച്ചറിഞ്ഞാൽ ദൈവപൈതൽ നിന്റെ പ്രാർത്ഥന നീ വർദ്ധിപ്പിക്കണം. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കർത്താവ് നിനക്ക് വേണ്ടി അപ്രതീക്ഷിതമായത് ചെയ്യുന്ന ആളാണ്. കർത്താവ് എന്താണ് ചെയ്തതെന്ന് നിങ്ങൾ കണ്ടില്ലേ? ഞാനിത് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് സ്വർഗീയ വിരുന്നിനെക്കുറിച്ചാണ്. കർത്താവിടെ വിരുന്നൊരുക്കിയിരിക്കുകയാണ്. ഒരു തീക്കനലെ കൂട്ടി അവിടെ ചൂടപ്പവും ചുട്ട മീനും വെച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. സ്വർഗീയ വിരുന്ന. നമ്മൾ ഈ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളുടെ പരാവാരങ്ങളെ നീന്തി അക്കരെ എത്തുമ്പോൾ സ്വർഗീയ വിരുന്നിനായി നമ്മളെ കാത്തിരിക്കുന്ന ആത്മമണാളൻ, അതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് നമുക്ക് ലഭിക്കുന്നത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, വെളിപ്പാടിന്റെ പുസ്തകത്തിൽ 19:7 സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, 19:9 സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യതയിലേക്കുള്ള യാത്രയാണ്. ക്ലേശങ്ങളുടെ ജീവിത പാരാവാരത്തിലൂടെയാണ് വിശ്വാസി സഞ്ചരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ അക്കരെ നിത്യതയിലെ കർത്താവ് നമ്മളെ കാത്തിരിക്കുന്നതിൻ്റെ ഒരു മുന്നാസ്വാദനമാണ്. അത് അവസാനിക്കണത് എങ്ങനെയാണെന്ന് ആദ്യം നീന്തിക്കയറിയവനോട് കർത്താവ് കുറേ വർത്തമാനങ്ങൾ പറയും. നീന്തിക്കയറുന്നത് നിസ്സാര കാര്യമല്ല. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ 10 പേരും ചാടി നീന്തിക്കയറേണ്ടതായിരുന്നു. അവിടേക്കാണ് പ്രശ്നം വരുന്നത്. 10 പേരും ചാടി നീന്തിക്കയറേണ്ടതായിരുന്നു. പക്ഷെ പത്രോസ് കൂടുതൽ സ്നേഹമുള്ളവൻ ആദ്യം ചാടും. ഇറ്റ്സ് എ ഫാക്ട്. പക്ഷെ അതിൻ്റെ അവസാനം വരണേ എന്താണെന്നറിയാവോ? കർത്താവ് പറയും പത്രോസിനോട്, നീ ഇഷ്ടം പോലെ ചാടി വന്നില്ലേ? ഇപ്പോൾ നിൻ്റെ ഇഷ്ടം പോലെ വെള്ളത്തിലോട്ട് ചാടി നീന്തി കയറി വന്നില്ലേ? അത് നീ ചെറുപ്പമായതുകൊണ്ടാണ്. നിനക്ക് പ്രായമാകുമ്പോൾ നീ ചെറുപ്പമായപ്പോഴും നീ സ്വന്തമായിട്ട് അരമുറുക്കി. എനിക്ക് ആ വചനം ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പറയണത്, പങ്കുവെക്കണത്. ഈശോ അവനോട് പറയണ വാക്ക് കേട്ടില്ലേ? എന്താ പറയണത്? ചെറുപ്പമായപ്പോൾ നീ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ സ്വന്തം എന്നുള്ള വാക്ക് അവിടെ ശരിക്കും നന്നായിട്ട് സൂചിച്ചു. ഇപ്പം ചില സമയത്ത് എന്നിട്ട് നീ പ്രായമാകുമ്പോൾ നീ കൈ നീട്ടും, മറ്റുള്ളവർ നിൻ്റെ അരമുറുക്കും. 21:18 വചനം, യോഹന്നാന്റെ സുവിശേഷം 21:18. മറ്റുള്ളവർ നിൻ്റെ അരമുറുക്കും. പിന്നെ എന്താ പറയണത്? നിനക്കിഷ്ടമില്ലാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പ്രശ്നം, ഇഷ്ടമില്ലാത്ത ഇടം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഭവമാണ്. അതായത് നമുക്ക് ഇഷ്ടമുള്ള ഇടവും ഉണ്ടാകും, ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത ഇടവും ഉണ്ടാകും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ലൈഫ്. നല്ല ഗന്ധമെന്ന് ഞാൻ പറഞ്ഞില്ലേ? നല്ല ഗന്ധം, മോശം ഗന്ധം. അതുപോലെ തന്നെയാണ് ഇഷ്ടമുള്ള ഇടവും ഇഷ്ടമില്ലാത്ത ഇടവും. ഇഷ്ടമുള്ള വ്യക്തികളും ഇഷ്ടമില്ലാത്ത വ്യക്തികളും
ഒരു കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാവും, ഇഷ്ടമില്ലാത്ത വ്യക്തികളുണ്ടാവും. അപ്പോൾ ഇഷ്ടമില്ലാത്ത വ്യക്തികളോട് ചിലർ ഇഷ്ടമില്ലാതെ തന്നെ പെരുമാറും. അതിനിപ്പോൾ യേശു ക്രിസ്തുവിനെ അറിയണമെന്നൊരു നിർബന്ധമില്ല. മനസ്സിലായില്ലേ? നമ്മുടെ ജീവിതത്തിലുള്ളതാണ്. ഇഷ്ടമുള്ള ഇടമുണ്ടാകും, ഇഷ്ടമുള്ള വ്യക്തികളുണ്ടാകും, ഇഷ്ടമില്ലാത്ത വ്യക്തികളും ഉണ്ടാകും, ഒരു കുടുംബത്തിലുണ്ടാകും. നമ്മളെന്നാ ചെയ്യണത്? ഇഷ്ടമുള്ള വ്യക്തികളും ഇഷ്ടമുള്ള പെരുമാറും, മറ്റുള്ളവർ അവോയ്ഡ് ചെയ്ത് കളയും, മിണ്ടത്തില്ല. എന്നാ മിണ്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം. എന്തിനാണ് നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണം? നമ്മൾ ഉൾവലിഞ്ഞ് കളയും, പുറത്തേട്ട്. ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ഉൾവലിയും. ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യൻ. കർത്താവ് ഇഷ്ടമില്ലാത്ത ഇടം. അതെന്താ പ്രശ്നം? അതായത് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടത്തിന് ലോകരാജ്യമൊന്നും, നമുക്കിഷ്ടമില്ലാതെ എത്ത വിഷയങ്ങളെല്ലാം ദൈവത്തിൻ്റെ നാമത്തെ പ്രതി സ്വീകരിക്കുമ്പോൾ ദൈവേഷ്ടമായി. ദൈവേഷ്ടത്തിന് ഭയങ്കര വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. അതായത് നമ്മുടെ ഇഷ്ടം എന്ന് പറയണതും നമുക്കിഷ്ടമില്ലാത്തത് യേശുവിൻ്റെ നാമത്തെ സ്വീകരിക്കുമ്പോൾ അത് ദൈവേഷ്ടമായി. അത് ദൈവേഷ്ടമായി. ഇഷ്ടമില്ലാത്ത വ്യക്തികളുണ്ടാകും, ഇഷ്ടമില്ലാത്ത അയൽവാസികളുണ്ടാകും, ഇഷ്ടമില്ലാത്ത സഹപ്രവർത്തകരുണ്ടാകും. ഇതിപ്പോൾ നമ്മുടെ കുഴപ്പമായിരിക്കത്തില്ല, അവിടെ കുഴപ്പമായിരിക്കും. പക്ഷെ നമ്മളത് യേശുവിൻ്റെ നാമത്തിലാണ് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവരാജ്യത്തിലാവും. ദൈവേഷ്ടമാണ് സ്വീകരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞെന്നറിയാവോ? അതായത് ഈശോയ്ക്ക് പണ്ട് മുതലേ ഉള്ള ഒരു പരിപാടിയാണ്. അപ്പായുടെയും ഒരു സ്വഭാവം ഇതാണ്. അപ്പം നമ്മളെ കാണിച്ചു കഴിഞ്ഞാൽ, അപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന അപ്പം നമ്മളെ കാണിച്ചാൽ ഉടനെ ദൈവം സ്വർഗീയ അപ്പത്തെക്കുറിച്ച് സംസാരിച്ചിരിക്കും. ദിസ് ഈസ് ദ ട്രേറ്റ്സ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് ദി ഗോസ്പൽ. അതിൻ്റെ ഒരു ട്രെയിറ്റ്, ഒരു ട്രെൻഡാണ്. ട്രെൻഡല്ല, അതായത് ഒരു ഒരു നമ്മുടെ നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ സ്പൈനൽ കോഡ് പോണ പോലെ എന്നെല്ലാം ദൈവവചനത്തിൽ ശാരീരികമായ ആഹാരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവം സ്വർഗീയ അപ്പത്തെക്കുറിച്ചും ആത്മാവിൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കും. അവിടെ എല്ലാം ഉപയോഗിക്കുന്ന വാക്ക് ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറയണേ. നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. നിങ്ങളത് സഹായിക്കും. നിത്യജീവന് വരെയും ഭൗതിക ജീവിതത്തെ നിങ്ങളെ സഹായിക്കും. അതായത് ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷമില്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 4:32-34 വചനങ്ങൾ. യോഹന്നാൻ്റെ സുവിശേഷം 4:32-34 വചനങ്ങൾ എന്താ പറയണത്? സമരക്കാരിയുമായി യേശു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അപ്പോസ്തലന്മാർ ചായക്കടയിൽ പോയി ചപ്പാത്തി മേടിക്കാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അവർ ഉച്ചഭക്ഷണവുമായിട്ട് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ പത്രോസ് പറയും, ഈശോ ഭക്ഷണം കഴിച്ചാലും എന്ന് പറയും. അതാണ് യോഹന്നാൻ 4:32. അപ്പോൾ ഈശോ പറയും, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. വിഷയം ട്വിസ്റ്റ് ആകണ കണ്ടല്ലേ? ഒരപ്പം കാണിക്കണേ. അവരെ ഹോട്ടലിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നൊരു അപ്പം കാണിക്കുമ്പോൾ 4:32 അത് കാണുമ്പോൾ ഈശോ എന്നാ പറയണത്? നിങ്ങൾ അറിയാത്ത ഒരു ഭക്ഷണം എനിക്കുണ്ട്. അറിയാത്ത ഭക്ഷണം, അറിയുന്ന ഭക്ഷണം, അറിയാത്ത ഭക്ഷണം. അപ്പം അറിയാത്ത ഭക്ഷണത്തെക്കുറിച്ച് എന്നാ പറയണത് ഈശോ? 4:34, യോഹന്നാൻ 4:34 പറയും, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് നിങ്ങളറിയാത്ത ഭക്ഷണമെന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ ഇഷ്ടം വന്നില്ലേ? നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം വന്നില്ലേ? ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തെ സ്വർഗീയ അപ്പമെന്നാണ് സുവിശേഷത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്.
ദൈവത്തിൻ്റെ ഇഷ്ടം. ഇപ്പം ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, നീ അപ്പോൾ അപ്പം കൊടുത്തിട്ടാണ്, അപ്പം കല്ലിൽ അല്ല തീയിൽ ചുട്ട അപ്പം ചുട്ട മീൻ വെച്ചോണ്ടാണ് അത് കൊടുത്തിട്ടാണ് പറയണത്, നീ പ്രായമാകുമ്പോൾ എപ്പോഴും ഇങ്ങനെ അപ്പം കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ എത്ര കിട്ടിയാലും ഈ ശരീരം മണ്ണായി തീരുമ്പോൾ തീരാനേ ഉള്ളൂ. പക്ഷേ നീ മഹത്വീകരിക്കപ്പെട്ടവനായി സ്വർഗവിരുന്ന് അനുഭവിക്കുന്നതിന് എന്ത് ചെയ്യണം? നീ സ്വർഗവിരുന്നിനെക്കുറിച്ചാണ് പറഞ്ഞത്. പിന്നെ എന്ത് ചെയ്യണം? നീ പ്രായമാകുമ്പോൾ മറ്റുള്ളവർ നിൻ്റെ അരമുറുക്കും, നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകും. അതാണ്. അപ്പോൾ ഇഷ്ടമില്ലാത്ത ഇടമെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം ഏതല്ലേ? നീ ശ്രദ്ധിച്ച് കേൾക്കണം ഇത്. കാരണം നിനക്കിഷ്ടമില്ലാത്ത വ്യക്തികൾ, ഇഷ്ടമില്ലാത്ത ഇടങ്ങൾ, ഇഷ്ടമില്ലാത്ത ജോലി സ്ഥലങ്ങൾ, ഇഷ്ടമില്ലാത്ത വിഷയങ്ങൾ നീ ഇടപെടുമ്പോൾ അത് ദൈവനാമത്തിലാണ് നീ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ സ്വർഗീയ മന്നയുടെ ഫലമാണ്, നിത്യതയുടെ ആഹാരമാണ് നീ സമ്പാദിക്കണമെന്ന് ഓർക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ. സന്തോഷത്തോടെയാണ് സ്വീകരിക്കേണ്ടത്. ഇഷ്ടമില്ലാത്തതിന് ഈശോയുടെ നാമത്തെ സന്തോഷമായി സ്വീകരിക്കുമ്പോൾ സ്വർഗീയ വിരുന്നിൻ്റെ ഫലമാണത് ചെയ്യണത്. എപ്പോഴും നിഗൂഢമായ അജ്ഞാതമായ മന്ന. ഇപ്പം നമ്മൾ നിയമാവർത്തനം 8:2 പറഞ്ഞില്ലേ, അവിടെ നിങ്ങളെ മരുഭൂമിയിലൂടെ അയച്ചത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, സാധാരണ വരുന്ന കിട്ടണ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടാണ് ജീവിക്കണത്. അതാണ് നിയമാവർത്തനം 8:2, 8:3. അവിടെ എന്താ പറയണത്? അജ്ഞാതമായ മന്നയാൽ തീറ്റിപ്പോറ്റിയത്. അപ്പം ജ്ഞാതമായ മന്നയുണ്ട്, അറിയപ്പെടുന്ന അപ്പമുണ്ട്, അറിയപ്പെടാത്ത അപ്പമുണ്ട്. അറിയപ്പെടാത്ത അപ്പത്തെയാണ് ഇപ്പോഴും ദൈവേഷ്ടമായിട്ട് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് വ്യാഖ്യാനിച്ച് ലഭിക്കുന്നത്. അതെന്തിനുള്ളതാണ്? നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2:17 നിഗൂഢ മന്നയുണ്ട്. അത് ഇത് തന്നെയാണ്, നിഗൂഢ മന്ന. വിജയം വരിച്ചവന് കൊടുക്കുന്നതാണ് നിഗൂഢ മന്ന. ഈ വിശ്വാസത്തിൻ്റെ മരുഭൂമി യാത്രയിൽ വിജയകരമായി തരണം ചെയ്ത് കഴിയുമ്പോൾ, ഈ വിശ്വാസത്തിൻ്റെ പ്രക്ഷുബ്ധയുടെ പരാവാരങ്ങൾ നീ നീന്തി കടന്നു കഴിയുമ്പോൾ നിനക്ക് നിഗൂഢമായ മന്ന നൽകും, നിത്യത നൽകുമെന്ന അർത്ഥം, നിത്യ സന്തോഷം നൽകുന്ന അർത്ഥം. നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലനിസ്സാരമാണെന്ന് കരുതുന്നത് ഇതേ അർത്ഥത്തിലാണ്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, കർത്താവിൻ്റെ സൗഖ്യം നമുക്ക് ലഭിക്കുന്ന സമയമാണ്. സന്തോഷമായി നിങ്ങൾ ആരാധനയിൽ കുറച്ചുകൂടി ഒരു ആഴമായ ബോധം ഉണ്ടാക്കിയെടുക്കുക. എന്താ ബോധം എന്ന് വെച്ചാൽ, കൃപാസനത്തിലെ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തിരുന്നവർ പോലും ആരാധന സമയത്ത് അതിൽ വിശ്വാസത്തിൽ കുടുംബം സുഖപ്പെടും. നിങ്ങളെപ്പോഴും മനസ്സിൽ ചിന്തിക്കണം, കർത്താവേ, ഈ നിമിഷം നീ എന്നെ സുഖപ്പെടുത്തുന്ന സമയമാണ്. ഞാൻ ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ ആൾത്താറയെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് നീ പരിശുദ്ധ അമ്മയോട് മാധ്യസം വഹിക്ക്, മാധ്യസം ചോദിക്കുക. അമ്മനെ നിന്നെ സഹായിക്കുന്ന സമയമാണ്. കർത്താവേ, ഒത്തിരി പേര് അങ്ങയുടെ ദിവസം കണ്ണുനീരോടെ ആരാധന കൂടിക്കൊണ്ടിരിക്കുക. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ
കർത്താവേ, നിന്റെ വിശുദ്ധമായ വലത് കരത്താൽ ഓരോ മകനെയും മകളെയും സ്പർശിക്കണമേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഉദര രോഗികളെ വിശ്വാസത്തോടെ വയറ്റി കൈവെക്കുക. ഉദര രോഗികളെ വിശ്വാസത്തോടെ വയറ്റി കൈവെക്കുക. കർത്താവേ, മഹോദര രോഗിയെ സുഖപ്പെടുത്തിയവനെ, കർത്താവേ, തലവാദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, ഈശോ അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ തിരുമുറിവാർന്ന് വലതുകരം കർത്താവേ ഇപ്പോഴും ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ കർത്താവേ അങ്ങയുടെ വലതുകരം സ്പർശിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ ആൾസർ രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, ഈശോ ആൾസർ രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ സ്പർശിക്കണമേ. കർത്താവിന്റെ വിശുദ്ധമായ രക്തത്താൽ ക്യാൻസർ രോഗികളെ സ്പർശിക്കണമേ. കർത്താവേ, ഈശോ നടുവേദനക്കാരെ സ്പർശിക്കണമേ. കർത്താവേ, കർത്താവിന്റെ ശക്തിയുടെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ആൾസർ രോഗികള്, ആൾസർ രോഗികള്, കർത്താവെ അർസസ് രോഗികള്, രോഗികള്, ഫിസ്റ്റുല രോഗികള്, PCOD രോഗികള്, ഗർഭാശയത്തിൽ സിസ്റ്റ് ഉള്ളവര്, ആമാശയത്തിൽ കുരുക്കളുള്ളവര്, കർത്താവിന്റെ നാമത്തില്, കർത്താവിന്റെ നാമത്തില് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, നെഞ്ചിൽ കൈവച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിക്കുന്ന എല്ലാ രാജ്യങ്ങളിലും കർത്താവ് ഇപ്പോഴേ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കുന്നവരെ, ഓരോ ഭൂഖണ്ഡങ്ങളിൽ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കുന്നവരെ, ഓരോ സംസ്ഥാനങ്ങളിലെയും കർത്താവെ, ഞങ്ങളുടെ സംസ്ഥാനത്തിലും കർത്താവെ, ഓരോ ജില്ലകളിലും കർത്താവെ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. കർത്താവെ, ഈശോ ശ്വാസകോശ രോഗികളെ സ്പർശിക്കണേ. കർത്താവെ, ഈശോ കരളിന് അസുഖമുള്ളവരെ സ്പർശിക്കണമേ. ഈശോ ഫാറ്റി ലിവറുള്ളവരെ സ്പർശിക്കണം. കർത്താവെ, കർത്താവ് ഹൃദയത്തിൽ കർത്താവ് വാൽവിന് ലീക്കുള്ളവരെയും കർത്താവെ, വാൽവ് ദ്രവിച്ചവരെ കർത്താവെ, വാൽവ് ശ്വസിച്ചു പോയവരെ കർത്താവ് സ്പർശിക്കണം. കർത്താവെ, ഭദ്രകളെ സ്പർശിക്കണം. കർത്താവെ, ശ്വാസകോശ രോഗികളെയും കൊറോണ രോഗികളെയും കർത്താവെ, ക്വാറന്റൈനിൽ കഴിയുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അസ്ഥി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളെ, അസ്ഥിയോട് ബന്ധപ്പെട്ടതാണ് മുടി കൊഴിച്ചിലും അത് വരുന്ന എല്ലാ രോഗങ്ങളുടെ മേലും, കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയിലുണ്ടാകുന്ന എല്ലാ രോഗങ്ങളും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഇനി അസ്ഥി ഉരുക്കത്തിൻ്റെ രോഗമുണ്ട്, അത് വേറെ ഒരു വിഷയമാണ്. അവർക്കും ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ ആഴമായ വിശ്വാസത്തിലേക്ക് കടന്നു വരട്ടെ. കർത്താവേ, അസ്ഥി രോഗികൾ, അസ്ഥി ഉളുക്കുള്ളവരെ, അസ്ഥി ദ്രവിക്കുന്നവരെ, അസ്ഥി പൊടിയുന്ന രോഗമുള്ളവരെ, അസ്ഥി കണ്ടിച്ച് അപകടത്തിൽ അസ്ഥി കണ്ടിച്ചു പോയിട്ട് സ്വാധീനക്കുറവുള്ളവർ, അസ്ഥിക്ക് ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ റാഡിട്ടിരിക്കുന്നവർ, കർത്താവെ അവരെല്ലാം കർത്താവെ, അസ്ഥി പൊട്ടിയതിൻ്റെ പേര് നീരുള്ളവർ, കർത്താവ് ആശുപത്രി അസ്ഥി പൊട്ടി കിടക്കുന്നവർ, ഈശോ അവരെല്ലാം സ്പർശിക്കണമേ. കർത്താവ്, അവരുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവരും, അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തവരും ആരുമില്ലാത്തവരും കർത്താവ്, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗസൗഖ്യം ലഭിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്വക്ക് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വെരിക്കോസിൻ്റെ അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്തരം രോഗമുള്ള ഇടങ്ങളിൽ അവിടെ കൈകൾ വെക്കുക. ഈ സമയത്ത് അമ്മയുടെ മധ്യസ്ഥ ഈശോനാമത്തിൽ കൈവെക്കുക. നീ അടയാളം കാണും കർത്താവിൻ്റെ. വിസർപ്പ രോഗമുള്ളവരെ, വിസർപ്പ രോഗമുള്ള ഇടങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ചൊറിച്ചിരങ്ങ ശരീരത്തെ മുഴകളുള്ളവരെ, മുഴക ഉള്ള ഇടങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ശ്രുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ,
ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ ദേവമാതാവേ, നിനക്കൊരു മധ്യസ്ഥം വഹിക്കണമേ. യേശു ക്രിസ്തുവേ, നിന്റെ വിശുദ്ധ രക്തം കർത്താവേ ത്വക്ക് രോഗികളുടെ മേൽ, മുഴയുള്ളവരുടെ മേൽ കർത്താവേ അങ്ങ് സ്പർശിക്കണമേ. യേശുവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉദര രോഗമുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഉദര രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാര്യം വയറ്റിൽ നിന്ന് അറിയാതെ പോകുന്നവരെ, വയറ്റിൽ നിന്ന് എപ്പോഴും ഇളകി പോകുന്നവരെ, ഒരാഹാരം പിടിക്കാത്തവരെ, അവരൊക്കെ വീണ്ടും പ്രാർത്ഥിക്കേണ്ടതാണ്. ഉദരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ കൈവെക്കുന്നവരെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. അപ്പോൾ കൈവെക്കുന്നവർ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ. കർത്താവ്, ഉദര രോഗികൾ, പലതരത്തെ ഉദരത്തിൻ്റെ രോഗങ്ങളാൽ കർത്താവ്, ഉറക്കമില്ലാത്തവർ, വയറ് വീർത്തിരിക്കുന്നവർ, കർത്താവെ വയറ്റിൽ നിന്ന് അറിയാതെ പോകുന്നവരെ, ആഹാരം പിടിക്കാത്തവർ, യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ എല്ലാ ദുരിതങ്ങളും ദുരിത രോഗങ്ങളെ കർത്താവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹലേ, സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. മക്കളെ, അപസ്മാര രോഗികള്, അതുപോലെ തന്നെ മാനസിക രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവര്, പിന്നെ അതുപോലെ തന്നെ പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, ഇങ്ങനെ വ്യത്യസ്തമായ രോഗങ്ങളാൽ ഉറക്കമില്ലാത്തവർ, അവരെല്ലാം കർത്താവ് സുഖപ്പെടുന്നതിനായി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഗർഭസ്ഥ ശിശുവിന് ജന്മന വൈകല്യമുണ്ടെന്ന് സ്കാൻ റിപ്പോർട്ടുള്ളവരെ ഇപ്പോൾ വയറ്റി കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവ് നിന്നെ കാര്യമുള്ള കുഞ്ഞിനെ തരും എന്ന ഉറപ്പോടുകൂടി നീ പ്രാർത്ഥിക്കണം. മക്കളില്ലാത്തവരും വയറ്റി കൈവച്ച് പ്രാർത്ഥിക്കണം. മക്കളില്ലാത്തവരും വയറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ആയിരങ്ങളെ നിന്ന് സുഖപ്പെടുത്തിയതാണ്. നിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിശ്വാസത്തിന്, അന്ധവിശ്വാസത്തിന് വലിയ കാലങ്ങളിലാണ് കർത്താവ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവേ, അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ ഭൂമി കുരുങ്ങിയതുപോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ നീ സ്പർശിക്കണമേ കർത്താവേ. വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ അനുഭവിക്കുന്നവരെ സ്പർശിക്കണേ കർത്താവേ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. കാരണം ഗർഭസ്ഥ ശിശുവിന് അംഗവൈകല്യമുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ഗർഭസ്ഥ ശിശുക്കളെ സ്പർശിക്കണമേ കർത്താവേ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ കർത്താവ് ഫിസ്റ്റിലെ രോഗങ്ങൾ, അതുപോലെ തന്നെ കർത്താവ് പലതരത്തിലുള്ള അപസ്മാര രോഗങ്ങൾ, പ്രഷർ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ്, ജന്മനാ വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്ന മാതാപിതാക്കന്മാരുടെ കണ്ണുനീരാണ് ഇപ്പോഴും ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. നിങ്ങളുടെ വിഷമതകൾ, നിങ്ങളറിയാവുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോൾ സമർപ്പിച്ച് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കേണ്ട. പ്രിയമുള്ളവരെ, വാതരോഗങ്ങളെ സുഖപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവയവങ്ങൾ വളരാത്ത രോഗങ്ങളുണ്ട്. അതൊക്കെ അപൂർവ രോഗങ്ങളായത് കാരണം പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് പൊതുവായിട്ട് വെക്കാറില്ല. എങ്കിലും ശാരീരിക അവയവങ്ങൾ വളരാത്തതിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്നവരെ കർത്താവ് മനസ്സിൽ കാണിച്ചു തരുന്നുണ്ട്. എൻ്റെ മക്കൾ, ആ അവയവങ്ങൾ അവിടെ തന്നെ കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ സമയം. കൈ സൂക്ഷിച്ചു പോയവനെ കർത്താവ് സുഖപ്പെടുത്തി നീ ഓർക്കണം. കർത്താവെ, ഞങ്ങൾ മഹത്വപ്പെടുന്നു. കർത്താവ്, നിന്നെ ശാരീരിക അവയവങ്ങൾ സൂക്ഷിച്ചു പോയവരും ഇല്ലാത്തവരെയും കർത്താവ് സ്പർശിച്ച് പ്രാർത്ഥിക്കണമേ. യേശു ക്രിസ്തുവിന് വിശുദ്ധമായ വലതുകരം ആ അവയവങ്ങൾ സ്പർശിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സ്തുതി. ഹല്ലേലൂയ. പരിശുദ്ധ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഭൗതിക സാഹചര്യത്തിൻ്റെ പ്രാതികൂല്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് വസ്തു വിൽക്കാത്തവരെ, കിടപ്പാടമില്ലാത്തവരെ, വീടില്ലാത്തവരെ, കുഞ്ഞുങ്ങളൊക്കെ വലുതായി വരുമ്പോൾ വീടിന് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റാതെ വിഷമിക്കുന്നവർ. എൻ്റെ മക്കളെ, നിങ്ങളെ കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ ദൈവത്തിനെ കൊണ്ട് നടക്കാനുള്ളതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലെ വീടില്ലാത്ത മക്കളെ, വഴിയില്ലാത്തവരെ, കിടപ്പാടം വെക്കാൻ സ്ഥലമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗാതുരമായ അവസ്ഥകൾ കൊണ്ടും സാമ്പത്തിക തകർച്ച, രോഗങ്ങൾ വന്നതിൻ്റെ പേരിൽ, ചികിത്സയുടെ പേരിൽ സാമ്പത്തികമായി തകർന്നു പോയവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ, അവർക്കൊക്കെ വിശ്വാസം നൽകണമേ കർത്താവേ. കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ജീവിതം തകർന്നവരെ തിരിച്ചു പിടിക്കാൻ വേണ്ടി കർത്താവിന് കൃപ ചൊരിയണ്ടേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാമ്പത്തിക തകർച്ചയിൽ കഴിയുന്നവരെ, കടങ്ങൾ കൊണ്ട് മൂടിയിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്തവർ, വിൽക്കാനും ചുട്ടുകളയാനും ഒന്നും ഇല്ലാത്തവർ, കർത്താവേ അച്ഛാ എന്തെടുത്തിട്ട് കൊടുക്കുമെന്നറിയാൻ പാടില്ലാതെ ഒരു വഴിയും കാണാതിരിക്കുന്നവർ, അവിടെയെല്ലാം കർത്താവിൻ്റെ ഇടപെടൽ വരും. പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ വഹിക്കുന്ന സമയമാണിത്. കർത്താവേ, ഒരു വഴിയുമില്ല, നീ മാത്രമേ ഒരു വഴിയുള്ളൂ. നീ കൂടി കൈവിട്ട അവർക്ക് ഒരോടുമില്ലാതായിപ്പോവും. ഞങ്ങൾ കണ്ണുനീരോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തകർന്ന വീടുകൾ, തകർന്ന ബന്ധങ്ങൾ, വിവാഹത്തിൽ അകന്നു പോയവർ, കേസിലാകപ്പെട്ടവർ, അതിൻ്റെ പേരിൽ ഒരു ഇണയുടെ തീരുമാനം കാരണം മറ്റുള്ളവർ ജീവിതം തകർന്നവർ, കർത്താവേ അവർക്കെല്ലാം കർത്താവേ ഈ നിമിഷം അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തകർന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വരുമാനമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ജോലി ഇട്ടിട്ട് പോരാൻ പറ്റണില്ല, പുതിയ വരുമാനം കിട്ടാനുള്ള ജോലിക്ക് പ്രവേശിക്കാനും പറ്റാതെ വീർപ്പ് മുട്ടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പണം കുടുങ്ങിപ്പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വരുമാന മാർഗങ്ങളിൽ കർത്താവ് ഒരു പുരോഗതിയുമില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രുതികടെ ശ്രുതികടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വഴിപിഴച്ച സന്താനങ്ങളെ, തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയി കുടുംബം തകർന്നു പോകുന്ന അവസ്ഥകളെ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ ഞങ്ങളുടെ സംസ്ഥാനത്ത് മുഴുവനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ, അപ്രതീക്ഷിതമായ സങ്കട സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന കുടുംബങ്ങളെ കർത്താവിന്റെ കരുണ വ്യക്തികളിലേക്ക് ചൊരിയട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കുക. കടക്ഷോഭങ്ങളിൽ നിന്നും പ്രളയത്തിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമുക്കിനി ഒന്നും താങ്ങാൻ നമ്മുടെ ജനതയ്ക്കോ സർക്കാരിനോ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ. കണ്ണീരോടെ തീരദേശ ജനതയ്ക്കും മലയോര ജനതയ്ക്കും പ്രളയബാധിത സാധ്യതയുള്ള എല്ലാ ഇടനാട് പ്രദേശങ്ങളിലുള്ളവർക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മുമ്പത്തേക്കാളും ജനതകളും തമ്മിൽ സ്നേഹരാഹിത്യത്തോടുകൂടിയുള്ള വൈരാഗ്യവും പൈശാചികമായ സ്വഭാവ രീതികളും വക്രതയാർന്ന ചവിട്ടിക്കുട്ടികളും നരകതുല്യമായ അവസ്ഥകളിലേക്ക്
നന്മ സമൂഹത്തിൽ കുറഞ്ഞു പോകുന്ന പോലെ തോന്നുന്നു. സമൂഹത്തെ പൊതുവായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. തിന്മകൾക്ക് കൂടുതൽ പ്രചാരം ലഭിക്കുന്ന പോലെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അധർമ്മം വർദ്ധിക്കുമ്പോൾ പലരുടെയും സ്നേഹം തണുത്തു പോകുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധമേ, ദേവമാതാവേ, രാജ്യത്തെ സമർപ്പിക്കുന്നു, സംസ്ഥാനത്തെ സമർപ്പിക്കുന്നു, സമൂഹത്തെ സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സ്നേഹ നിലവാരങ്ങൾ വർദ്ധിപ്പിക്കണമേ. പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവുകളെ വർദ്ധിപ്പിക്കണമേ. മൗനമായി പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങളെ സമർപ്പിക്കുക. പിൽഗ്രിം ഉടമ്പടി, തീർത്ഥാടന ഉടമ്പടി ചെയ്തിട്ടുള്ളവർ, ഇവിടെ വന്ന് ഉടമ്പടി ചെയ്തവരെ ഇവിടെ വിഷയങ്ങളെ സമർപ്പിക്കുന്നു. അച്ഛൻ ഇപ്പോൾ പ്രത്യേകം സമർപ്പിക്കുന്ന പ്രാർത്ഥന. ഓൺലൈൻ ഉടമ്പടി ചെയ്തവരുണ്ട്, അവരുടെ ജീവിത ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെയും 11 മണിക്ക് ജപമാല പ്രാർത്ഥന, 11:30 മണിക്ക് ഉടമ്പടി ആരാധന. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് 5:30 മണിക്ക് തിരുഹൃദയത്തിൻ്റെ വണക്കമാസം. പങ്കെടുത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. അടുത്ത ഞായറാഴ്ച രാവിലെ 7 മണിക്ക് അഭിമന്യ പിതാവിൻ്റെ ദിവ്യബലിയും അൾത്താര വെഞ്ചരിപ്പും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ.